ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വൈകിട്ട് കണിയാപുരത്ത് പോയപ്പോൾ നല്ല കിളിമീൻ കിട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് കിളിമീൻ എന്ന് പറയും, ഞങ്ങളുടെ കൊല്ലം സൈഡിൽ കിളിമീൻ എന്നാണ് പറയുന്നത്. ചിലയിടത്ത് എന്താണ് മഞ്ഞക്കൊര, പ്രിയപ്പളക്കൊര, സുന്ദരി മീൻ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം. അപ്പോൾ നമ്മൾ കൊല്ലംകാരായതുകൊണ്ട് കിളിമീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വീട്ടിൽ അമ്മ പറയുന്നത് ചെങ്കലവയെന്നാണ്. അപ്പോൾ നേരെ നല്ലതുപോലെ ഇരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തലേന്നാണ് മീൻകറി വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ കിട്ടിയത് നല്ല ഫ്രഷ് മീനാണ്. അപ്പം അങ്ങനെ ഞാൻ മുളകറി വെക്കാൻ തീരുമാനിച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് പിന്നീട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, സവാള ഇവയെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വൃത്തി മൂത്ത് വരുമ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് ഒരു 5-5 സ്പൂൺ മുളക് പൊടി ഇവയെല്ലാം ചേർത്ത്. അപ്പോൾ നല്ല എരി വേണ്ട, നല്ല മാംസമുള്ള മീനല്ലേ, അങ്ങനെ അത് നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചവ മാറുന്നവരിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് അതിനുശേഷം കുടമ്പുളി വെള്ളത്തിൽ കൂത്ത് അത് കൂടി ചേർത്ത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല വെന്ത് വരുമ്പോൾ അടുത്ത് വെച്ച് വേവിക്കുക. എന്നിട്ട് ഒരു എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ ഗ്രേവിയുടെ അളവ് അറിയാൻ പറ്റും. എന്നിട്ട് കറി നല്ല വൃത്തിയെ തിളയ്ക്കാൻ വേണ്ടി വെച്ചു, ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചു. പിന്നീട് മീൻ കഷ്ണങ്ങൾ ഇട്ടു. കറി നല്ലതുപോലെ തിളച്ച് വന്നപ്പോഴത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് കറി വറ്റിച്ചെടുത്ത്. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ